കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. 9 മാസമോ അതിൽ കൂടുതലോ പ്രായമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കും പരിചരിക്കുന്നവർക്കും തിങ്കളാഴ്ച മുതൽ ആഴ്ചയിൽ 15 മണിക്കൂർ ഫ്രീ ചൈൽഡ് കെയറിന് അർഹതയുണ്ടെന്ന് സർക്കാർ സ്ഥിരീകരിച്ചു. ഇതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 31. യോഗ്യരായ മാതാപിതാക്കൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോഡ് കിട്ടുന്നതും ആ കോഡ് ചൈൽഡ് കെയർ പ്രൊവൈഡർക്ക് നൽകേണ്ടതുമാണ്. എല്ലാ 3 മാസം കൂടുന്തോറും ഈ കോഡ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. വർക്കിംഗ് പാരന്റ്സിനെ സഹായിക്കാനായി കൺസർവേറ്റീവ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ പദ്ധതി ലേബർ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഫ്രീ ചൈൽഡ് കെയറിന്റെ ഘട്ടം ഘട്ടമായുള്ള വിപുലീകരണത്തിൽ 2025 സെപ്റ്റംബർ മുതൽ 9 മാസത്തിനും സ്കൂൾ പ്രായത്തിനിടയിലുള്ള എല്ലാ കുട്ടികൾക്കും 15 മണിക്കൂർ എന്നുള്ളത് 30 മണിക്കൂറായി വിപുലീകരിക്കും. UK-യിൽ അനധികൃതമായി താമസിക്കുന്നവരെ സഹായിക്കാൻ 2000-ലധികം വിവാഹ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ച 4 പേർ ജയിലിലായി. ലണ്ടനിലെ വൂൾവിച്ച് ക്രൗൺ കോടതിയാണ് 4 നൈജീരിയൻ പൗരന്മാർക്ക് ചൊവ്വാഴ്ച ശിക്ഷ വിധിച്ചത്. നൈജീരിയൻ പൗരന്മാർക്ക് വേണ്ടി വഞ്ചനാപരമായ യൂറോപ്യൻ യൂണിയൻ സെറ്റിൽമെന്റ് സ്കീം അപേക്ഷകൾ ഉണ്ടാക്കിയ സംഘടിത ക്രിമിനൽ ഗ്രൂപ്പിന്റെ ഭാഗമാണ് 4 പേരുമെന്ന് ഹോം ഓഫീസ് പറഞ്ഞു. 2019 മാർച്ചിനും കഴിഞ്ഞ വർഷം മെയ് മാസത്തിനിടയിൽ UK-യിൽ അനധികൃതമായി താമസിക്കുന്ന നൈജീരിയക്കാരെ സഹായിക്കാനായി വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റുകളും മറ്റ് വഞ്ചനാപരമായ ഡോക്യുമെന്റേഷനുകളും നൽകിയതായി കണ്ടെത്തി. UK-യിലെയും ലാഗോസിലെയും ഹോം ഓഫീസിൽ നിന്നുള്ള അന്വേഷണത്തിൽ നൈജീരിയക്കാരായ സംഘം 2000-ലധികം വ്യാജ വിവാഹ രേഖകൾ ഉണ്ടാക്കിയതായി കണ്ടെത്തി. ആഴ്ചയിൽ 4 ദിവസം ജോലി ചെയ്യാൻ തൊഴിലാളികളെ അനുവദിക്കുന്ന നിയമനിർമ്മാണത്തിനൊരുങ്ങി ബ്രിട്ടീഷ് സർക്കാർ. ബാക്കിയുള്ള സമയം കുടുംബത്തിനൊപ്പമോ മറ്റു ആഘോഷങ്ങൾക്കോ യാത്രകൾക്കോ ആയി ചെലവഴിക്കാൻ സാധാരണക്കാരെ അനുവദിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിന്റെ പുതിയ നീക്കത്തിന് പിന്നിൽ. പുതിയ നിയമം ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇത് ജോലിക്കാരുടെ അവകാശമായി മാറുന്നതായിരിക്കും. അതേസമയം ജീവനക്കാർക്ക് അവരുടെ മുഴുവൻ സമയം ജോലി ചെയ്താൽ മാത്രമേ മുഴുവൻ ശമ്പളവും ലഭിക്കുകയുള്ളൂ. ഈ നീക്കത്തിന് പിന്നിൽ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ ആണെന്നും യൂണിയനുകളുമായും ബിസിനസ്സുമായും കൂടിയാലോചിച്ച ശേഷം ഈ ശരത്കാലത്തിലാണ് നിയമനിർമ്മാണം അവതരിപ്പിക്കാൻ സർക്കാർ പ്ലാനിടുന്നത്. നിലവിൽ എംപ്ലോയറിൽ നിന്നും ജോലിക്കാർക്ക് ഫ്ലെക്സിബിൾ തൊഴിൽ സമയം ആവശ്യപ്പെടാമെങ്കിലും ഇത് അനുവദിക്കണമെന്ന് കമ്പനികൾക്ക് നിർബന്ധമില്ല. എന്നാൽ പുതിയ നിയമം വരുന്നതോടെ ഇത് ജോലിക്കാരുടെ അവകാശമാകും. അസാധ്യമാകാത്ത സാഹചര്യങ്ങളിൽ ഒഴിച്ച് 4 ദിവസം ജോലി ചെയ്യാൻ അനുവദിച്ചു കൊടുക്കേണ്ടത് ബിസിനസ്സുകളുടെ ഉത്തരവാദിത്തമാകും. ഇതോടെ തിങ്കൾ മുതൽ വ്യാഴം വരെ ജോലി ചെയ്ത് വെള്ളിയാഴ്ച ഓഫ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ ആരംഭിക്കുന്നു. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കുന്ന ആദ്യ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയായി യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ. ഇന്റർനാഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അണ്ടർ നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം 2020 ആദ്യപടിയായി യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടന് ലെറ്റർ ഓഫ് ഇന്റന്റ് ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിക്കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഭാരതീയ മൂല്യങ്ങളിലൂന്നി നിന്ന് തന്നെ ലോകത്തിലെ മികച്ച 100 യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടുന്ന യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ ക്യാമ്പസിൽ ഇനി പഠനം നടത്താൻ കഴിയും. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ട്വീറ്റ് അനുസരിച്ച് ഹരിയാനയിലെ ഗുഡ്ഗാവ് ജില്ലയിലുള്ള ഗുരുഗ്രാമിലായിരിക്കും യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ ക്യാമ്പസ് ആരംഭിക്കുക. 2025 മുതൽ ഇവിടെ വിവിധ കോഴ്സുകൾ ലഭ്യമാകും. QS വേൾഡ് റാങ്കിങ്സ് പ്രകാരം യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ 80ാം സ്ഥാനത്താണ്. UK-യിലെ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് 5ാം പനിക്കുള്ള വാക്സിൻ നൽകണമെന്ന് നിർദ്ദേശിച്ച് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി. 5ാം പനി അതിവേഗം പടർന്നു പിടിക്കുന്നതിനാൽ മറ്റു കുട്ടികളുമായി ഇടകലരുന്നതും പനി പടരുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2278 5ാം പനി കേസുകളാണ് ഇംഗ്ലണ്ടിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചില കുട്ടികളുടെ മരണത്തിന് വരെ കാരണമാകുന്നതിനാൽ എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കണമെന്ന് ഹെൽത്ത് സെക്യൂരിറ്റി നിർദ്ദേശിക്കുന്നു. 10 വയസ്സിനും അതിൽ താഴെയും പ്രായമുള്ള കുട്ടികളാണ് രോഗം ബാധിച്ചവരിൽ 62%. വാക്സിനേഷൻ എടുക്കാത്തവരിലാണ് 5ാം പനി വേഗത്തിൽ പിടിപെടുന്നത്. കഴിഞ്ഞ ശരത്കാലം മുതൽ ഇംഗ്ലണ്ടിൽ 5ാം പനി കേസുകളിൽ വർധനവ് കണ്ടു തുടങ്ങിയിരുന്നു. NHSകൾ വഴി തികച്ചും സൗജന്യമായി ലഭിക്കുന്ന സുരക്ഷിതവും ഫലപ്രദവുമായ വാക്സിൻ 2 ഡോസാണ് കുട്ടികൾക്ക് നൽകേണ്ടത്. ഇതിലൂടെ കുട്ടികളെ ബാധിച്ചേക്കാവുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മാതാപിതാക്കൾക്ക് 5ാം പനി സംബന്ധിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. 5ാം പനി, മുണ്ടിന്, റുബില്ല എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് MMR വാക്സിനാണ് NHSകൾ നൽകുന്നത്. സ്കോട്ട്ലാൻഡിലെ നിരവധി NHS ജീവനക്കാരുടെ മൊബൈൽ ഫോൺ നമ്പറുകൾ സൈബർ ആക്രമണത്തിൽ ചോർന്നതായി റിപ്പോർട്ടുകൾ. ഈ വർഷം ആദ്യമാണ് സൈബർ ആക്രമണം നടന്നത്. അതേസമയം സൈബർ ആക്രമണം അതിവേഗം തന്നെ തടയാൻ കഴിഞ്ഞതായും അതുകൊണ്ട് തന്നെ രോഗികളുടെ വിവരങ്ങൾ ഒന്നും തന്നെ ചോർന്നു പോകാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞതായും NHS നാഷണൽ സർവീസ് സ്കോട്ട്ലൻഡ് അറിയിച്ചു. ഈ ആക്രമണം നേരിട്ട് ഏതെങ്കിലും NHS സ്കോട്ട്ലൻഡ് ബോർഡിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ചെറിയൊരു വിഭാഗം ജീവനക്കാരുടെ വിവരങ്ങൾ ചോർന്നുവെന്ന് ഇൻഫർമേഷൻ ആൻഡ് സൈബർ സെക്യൂരിറ്റി മേധാവി സ്കോട്ട് ബാർനെറ്റ് പറഞ്ഞു. കൂടുതൽ UK, യൂറോപ്പ്, US, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.